പിന്നെ നമ്മളെങ്കിലും തടസ്സപ്പെടുത്തിയെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. തഹസിൽദാർ സാറേ ഇതിന് നോക്കാൻ നിയമമുണ്ട്. അതിന് മീറ്ററുണ്ട് സാറേ, മീറ്ററുണ്ട്. ഒരു നിയമം അല്ല, അവർ അളത്ത് കൊടുക്കുന്ന ഇത് എത്ര ഗ്രാം എങ്ങനെയാണെന്ന് അവർ പറയണം. അതാണ് ലീഗൽ മെട്രോ. ഇതിന് എന്തെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇത് ഫുഡ് സേഫ്റ്റിക്കാരുണ്ടോ അവിടെ? എന്തോ ചെയ്യുന്നത്? ഇത് പരിശോധിക്കുന്നത് എല്ലാം പരിശോധിക്കണം. ഇത് ഫുഡ് സേഫ്റ്റിക്കാരെന്ന് പറയട്ടത് കറക്റ്റാണ്. ഇത് കൊണ്ട് ഉപയോഗിക്കാനാണ് വഴി അറിയുന്നില്ല. ഫുഡ് സേഫ്റ്റിക്കാർ ഇതെങ്ങനെ ഒരു അളന്ന് കൊടുക്കും? ത്രാസ് വെച്ച് വേണം ചെയ്യേണ്ടത്. അവർക്കെന്തോ ആകാം. അവരെ ആരും പരിശോധിക്കുന്നില്ല. നികുതിയടച്ചോളാം. അതെ, അവർക്കെന്തോ ആകാം ഇവിടെ. അത് ഏത് നിയമമെന്നുള്ളതാ? കോടതില്ല ഇങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെയും ഭാര്യ വെച്ച് നിൽക്കാം. ഇവരാരും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, ഞങ്ങളെ ഉപദ്രവിക്കും. ഞങ്ങളെ ഉപദ്രവിക്കാനേ ഇവർ വന്നത്. നിങ്ങളാരും ഉപദ്രവിക്കും. സന്തോഷമായിട്ട് കച്ചവടം ചെയ്താട്ടെ. അവരൊക്കെ ഇദ്ദേഹം പറയുന്നത് ഈ ഓണത്തിന് ഒരാഴ്ച മുമ്പ് എന്താ പരിശോധിക്കുക. ഞങ്ങൾ ഈ പരിശോധന 10 ദിവസമായി. ഞങ്ങൾ മുന്നിൽ ചന്ത കയറി 3 പ്രാവശ്യം കയറി. കരവള ചന്ത കയറി, കരവള ചന്ത കയറി. ഇപ്പൊ 5 പ്രധാന വ്യാപാര കേന്ദ്രമാണ്. നിങ്ങൾ പറയുന്ന ഒരു രീതിയിലെ വരവ് അത് കഴിഞ്ഞ് ഓണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് യാതൊരു നീതി കിട്ടുന്ന ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് ആരും കച്ചവടം ചെയ്യുന്നില്ല സാറേ. അത് നിങ്ങൾ 5 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. ഒരു 10 ദിവസം മുമ്പേ. ഞാനൊന്ന് പറയട്ടെ, കോവിഡിനിടയ്ക്ക് ഞങ്ങൾ പരിശോധിക്കാൻ വന്ന് നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് എല്ലാ കടകളും ലക്ഷക്കണക്കിനുള്ള നഷ്ടമുണ്ട്. ആരെയും പരിഹരിച്ചിരുന്നുണ്ടോ? വേസ്റ്റായി പോയ സാധനങ്ങളുണ്ട്. ആരെന്ത് ചെയ്തിരുന്നു? കോടിക്കണക്കിന് രൂപയുടെ സാധനം പോയത്. ഇന്ന് റിപ്പോർട്ട് പഴയത്.
കോവിഡ് എന്നൊക്കെ പറയുമ്പോഴേ ലക്ഷക്കണക്കിനുള്ള സാധനം ബേസ് ഇപ്പോഴും ഇരിപ്പുണ്ട്. കിട്ടി വെച്ചിട്ടുണ്ട്, ബില്ലടിച്ച് വെച്ചു എന്നുള്ള സാധനങ്ങൾ. ഇപ്പൊ ഈ കാണിക്കുന്നതോ ഇത്രയും കടയിലെ കച്ചവടം പോവുകയാണ്. എന്തിനു വന്നാലും ഓണം കഴിഞ്ഞ് എത്ര നോട്ടീസ് കൊടുത്തു നിങ്ങൾ? ഇന്ന് നിൽക്കുന്ന സഹോദരി കൊടുത്തില്ല, മേടിച്ചോ? അങ്ങോട്ടൊക്കെ കടകളിൽ എത്ര പേർക്ക് നോട്ടീസ് കൊടുത്തു? ഞാൻ ശരിയല്ല സാർ. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു. ഞാൻ ഇവിടെ ആരോട് പറഞ്ഞു, എന്തുവായിരുന്നു ഒരു നിങ്ങളൊരു 10 ഉദ്യോഗസ്ഥന്മാരൊരു കടയിൽ നിൽക്കുക, ആ കടയുടെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു 10 പേരൊരു കടയിൽ നിൽക്കുക. ഇവിടെ ഈ ഏതെങ്കിലും കടയിൽ ഏതെങ്കിലും ഒരു കടയിൽ കാരണം കേരളത്തിൽ നിങ്ങളെ മേടിക്കുന്ന സാധാരണ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഉദ്യോഗസ്ഥന്മാരല്ല. നിങ്ങളെല്ലാം മനുഷ്യരെ ശിക്ഷിക്കാൻ നടക്കുക, രക്ഷിക്കുന്നില്ല. രക്ഷിക്കാൻ നടക്കുക, ശിക്ഷിക്കാൻ നടക്കുക. ശിക്ഷയാണല്ലോ നിങ്ങൾ വ്യാപാര സ്ഥാനങ്ങളിൽ പരിശോധന നടത്തി നിങ്ങൾ ന്യായമായ വില നിർണ്ണയം നിങ്ങളെ കൃത്യമായി സർക്കാർ നിശ്ചയിച്ച രീതിയിൽ ത്രാസ് വഹിക്കും. അതെല്ലാം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് സാറേ. വരുമ്പോഴേ ഒരു തങ്ങളെ ഈ ദിവസം പറ്റൂലെന്നേ പറഞ്ഞോളൂ. നിങ്ങൾ 5 ദിവസം വരാനാ പറഞ്ഞത്, ചെയ്യണ്ടെന്നല്ല പറഞ്ഞ. നിങ്ങളെല്ലാരും കൂടി എന്ത് പറഞ്ഞാലും ഇവിടെ നടക്കില്ല. 5 ദിവസം ആകെ 2 ദിവസം കച്ചവടം കിട്ടുന്ന ഓണത്തിന്. ഈ വഴിയോര കച്ചവടം കൂടെ ഒഴിപ്പിച്ചിട്ട് പോകണം. ആ വഴിയോര കടയിലും കൂടെ കയറി ഒന്ന് പരിശോധിക്കണേ. ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ മനുഷ്യരെ കൊല്ലാൻ വരുന്നത്. ജില്ലയുടെ പ്രസിഡന്റ് വണ്ടി വഴിയുള്ളൂ. കൊടി മുക്കിപ്പോയുടെ എങ്ങനെയാണോ കൊടി പിടിക്കും? അവിടെ കൂടെ കൂടി ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളെ ഇവിടെ